ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിവിടെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് വന്ന് 3 ഗ്ലാസ് അരിക്ക് പച്ചരിക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് ഇട്ട് അരി അരിച്ചു. ഈ കട്ടിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. അരി അരയ്ക്കാൻ നേരത്ത് ഞാൻ അതിനകത്ത് 1 സ്പൂൺ ഈസ്റ്റും പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നല്ല പച്ചരി വേണം. നമ്മൾ അരയ്ക്കാൻ നേരത്ത് നല്ല ക്വാളിറ്റിയുള്ള പച്ചരി വേണം. ഈ വെള്ളയപ്പവും പാലപ്പം പിന്നെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നല്ല പച്ചരി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. രാത്രിയിൽ ഞാൻ അരി അരച്ച് വച്ചു. രാവിലെ ആയപ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അരി അരച്ച് കഴിഞ്ഞ് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിനകത്താണ് ഈ സോഫ്റ്റ്നെസ് വരുന്നത്. അതുകൊണ്ട് നല്ലപോലെ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വെള്ളയപ്പത്തിന് തവയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് അടച്ച് വെക്കാൻ പാടില്ല. ഇതുപോലെ നല്ലപോലെ ഹോൾസ് വന്നു കഴിഞ്ഞ് വേണം നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ. ഞാനിവിടെ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചേ. നമ്മുടെ വെള്ളയപ്പം ഇത് വെന്തു. ഞാൻ ഇതെടുക്കുവാണേ. ഇവിടെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ട്. അടിപൊളി ഗ്രീൻ പീസ് കറി. നമ്മുടെ സോഫ്റ്റ് വെള്ളയപ്പം. എന്തൊരു സോഫ്റ്റ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കോയമ്പത്തൂരൊക്കെ. നമുക്ക് ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പം കൂടി കഴിക്കാം. ഇപ്പം നോയമ്പല്ലേ, ചിക്കനൊന്നും കഴിക്കത്തില്ല. നോക്കൂ, എന്തോ സോഫ്റ്റ് വെള്ളയപ്പം. ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ സോഫ്റ്റ് വെള്ളയപ്പവും ഗ്രീൻ പീസ് കറി. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.